നമസ്കാരം. ഫുട്ബോൾ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നുകൊണ്ട് ഒരു ബൈസിക്കിൾ ജൂഡ് ബെല്ലിംഗ്ഹാം കിക്ക്. ഇംഗ്ലണ്ട് ടീമും ഫാൻസും കിക്ക് വിട്ട് പുറത്തേക്കിറങ്ങിയ നിമിഷം. പിന്നീട് ഹാരി കെയ്ൻ്റെ വക ഒരു എക്സ്ട്രാ ടൈം ഹെഡറും. യൂറോ റൗണ്ട് ഓഫ് 16 ഇംഗ്ലണ്ടും സ്ലോവാക്യയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് സ്ലോവാക്യയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ഫിൽ ഫോഡൻ, ബുക്കായോ സക്ക എന്നിവർ ചേർന്നായിരുന്നു. ഇവാൻ സ്ക്രാൻസാണ് 25-ാം മിനിറ്റിൽ സ്ലോവാക്യയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൻ്റെ 50-ാം മിനിറ്റിൽ ഫിൽ ഫോഡൻ സ്ലോവാക്യൻ വല ഒരു തവണ കുലുക്കിയെങ്കിലും പിന്നീട് വാർ ചെക്ക് ചെയ്ത് ഗോൾ നിഷേധിക്കുകയായിരുന്നു. പിന്നീട് 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈം 5-ാം മിനിറ്റിൽ എത്തിയപ്പോഴാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ആ സമനില ഗോൾ വരുന്നത്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. എക്സ്ട്രാ ടൈമിൻ്റെ തുടക്കത്തിൽ തന്നെ സൂപ്പർ താരം ഹാരി കെയ്ൻ വിജയ ഗോളും കണ്ടെത്തി. മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ ഗോൾ മടക്കുന്നതിനായി സ്ലോവാക്യ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഗോൾ മാത്രം പിറന്നില്ല. സ്ലോവാക്യയുടെ ഭാഗ്യം പോസ്റ്റിൽ തട്ടിപ്പോയ മത്സരം. ഇനി ഈ ടൂർണമെൻറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ ക്വാർട്ടർ ഫൈനലിന് മുമ്പ് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നന്നായിരിക്കും. അടുത്ത ഘട്ടത്തിൽ ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ സ്വിറ്റ്സർലൻഡാണ്. ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ജർമ്മനിയെ വിറപ്പിച്ച അതേ സ്വിറ്റ്സർലൻഡ്, നിലവിലെ ചാമ്പ്യന്മാരെന്ന ഖ്യാതിയുമായി വന്ന ഇറ്റലിയെ റൗണ്ട് ഓഫ് 16 പരാജയപ്പെടുത്തിയ അതേ സ്വിറ്റ്സർലൻഡ്. ഇനി ഞാൻ പറഞ്ഞ ഫുൾ ബോഡി ചെക്കപ്പ്. ക്വാർട്ടർ ഫൈനലിന് മുമ്പ് ഇംഗ്ലണ്ട് അത് ചെയ്തില്ലെങ്കിൽ ഗ്രൗണ്ടിലിട്ട് സ്വിറ്റ്സർലൻഡ് അത് ചെയ്തിരിക്കും. ഇനി റൗണ്ട് ഓഫ് 16 ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്പെയിൻ 1-4 ഗോളുകൾക്ക് ജോർജിയയെ പരാജയപ്പെടുത്തി. മത്സരത്തിൽ ആദ്യ ലീഡെടുക്കുന്നത് ജോർജിയയാണ്. സ്പെയിൻ പ്രതിരോധ താരം നോർമൺ നേടിയ ഓൺ ഗോളായിരുന്നു അത്. പക്ഷെ പിന്നീട് കണ്ടത് ഒരു ഫുൾ സ്പെയിൻ ആക്ഷൻ ഷോ തന്നെയായിരുന്നു. 35 ഷോട്ടുകളിൽ 13 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ. പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയ ഊർജ്ജവുമായി വന്ന ജോർജിയയ്ക്ക് പക്ഷേ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും നേടാനായില്ല. ഇരു ടീമുകളുടെയും ക്വാളിറ്റിയിലുള്ള അന്തരം വ്യക്തമായി കണ്ട മത്സരം. ഇരുവശങ്ങളുമായി പറന്നു കളിച്ച ലാമിൻ യമാൽ, നീക്കോ വില്യംസ് എന്നിവരുടെ പ്രകടനം എടുത്തു പറയണം. ഇതിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അത്ലറ്റിക് ബിൽബാവോ താരം നീക്കോ തന്നെയാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ താരത്തിൻ്റെ വില കുതിച്ചുയരുമെന്നത് തീർച്ച. ESPN റിപ്പോർട്ട് അനുസരിച്ച് അത്ലറ്റിക് ക്ലബ്ബുമായി ബാർസലോണ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ സ്പെയിനിനു വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് റോഡ്രി, ഫാബിയാൻ റൂയിസ്, നീക്കോ വില്യംസ്, ഡാനി ഓൾമോ എന്നിവർ ചേർന്നായിരുന്നു. ലാമിൻ യമാൽ, നീക്കോ വില്യംസ്, ആൽവരോ മൊറാട്ട എന്നിവർ ചേർന്നായിരുന്നു സ്പെയിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഇനി യൂറോയിൽ ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ കരുത്തരായ ഫ്രാൻസും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. 12:30 ക്രിസ്ത്യാനോയും സംഘവും സ്ലോവേനിയയുമായി ഏറ്റുമുട്ടും. ജൂലൈ 5 തുടങ്ങുന്ന ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഈ യൂറോയിലെ ഫേവറേറ്റ്സുകളായി കണക്കാക്കുന്ന സ്പെയിനും ജർമ്മനിയും തമ്മിൽ ഏറ്റുമുട്ടും. ഇതോടുകൂടി ഇതിലൊരു ടീം സെമി കാണാതെ പുറത്തു പോവുകയും ചെയ്യും. ഈ മത്സരം വിജയിക്കുന്ന ടീമിന് മുന്നോട്ടുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കുന്ന ഒരു മത്സരം കൂടിയാണിത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.